പോലെ 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 അയ്യോ മാഡം 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 എന്ത് പറ്റി? അയ്യോ നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് വരുന്നേ? മര്യാദക്ക് തിരിച്ചു പോക്കോ. ഞാൻ പറയുന്നത് വരെ ഇവിടെ ഇരിക്ക. നീ എന്തായി കാണിക്കുന്നേ? ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ മര്യാദക്ക് ഒരിടത്ത് ഇരുന്നില്ലെങ്കിലേ സ്കൂളിലുള്ളവര് മുഴുവൻ ബോധം കെട്ട് വീഴും. വണ്ടി നിനക്ക് തലയ്ക്ക് സുഖമില്ലടാ. How dare you put me in dustbin? സോറി 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 സാർ ഒറിജിനൽ ആയിരുന്നോ? സോറി സാർ. നീ ഇപ്പൊ മര്യാദക്ക് എന്റെ കൂടെ പ്രിൻസിപ്പൽ സാറിന്റെ അടുത്തേക്ക് വാ. സാർ, കക്കട്ട് സാർ, ഞങ്ങൾ ഇനി ക്ലാസ്സിൽ കയറിക്കോട്ടെ? നിങ്ങൾ എന്തിനാ ചെവി പിടിച്ചോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? ക്ലാസ്സിനകത്തേക്ക് കയറിയിരിക്കുക. ഞാനിപ്പോ വരാം. ഇംലി, ഈ ബണ്ടി എന്തോ കുഴപ്പമൊപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് പണിഷ്മെന്റ് തന്ന കക്കട്ട് സാറ് ശരിക്കുള്ളതല്ലായിരുന്നു. ദേ സാർ ഇപ്പൊ ചോദിച്ചത് കണ്ടില്ലേ നമ്മളിപ്പോ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്? ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻസിപ്പൽ ഉണ്ടാവട്ടെ. എന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷിക്കട്ടെ. മിസ്റ്റർ കക്കറ്റ്, നിങ്ങൾ വണ്ടിയെ പോലെ അച്ചടക്കവും സത്യസന്ധതയുമുള്ള ഇന്റലിജന്റ് ആയ ഒരു കുട്ടിയെ ഇങ്ങനെ ചെവിക്ക് പിടിച്ചോണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവൻ എന്നെ എടുത്ത് ഡസ്റ്റ്ബിനകത്തേക്ക് ഇട്ടു സാർ. ഇവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഇവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. നിങ്ങൾ ഓഫീസിൽ പോയിട്ട് എന്നെ കാത്തിരിക്കൂ. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ സാർ. വണ്ടി നിന്നെ ഞാൻ പിന്നെ കണ്ടോളാടാ. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചേ പറ്റൂ. വരൂ വേഗം. നീ എന്തായി ചെയ്യുന്ന വണ്ടി? വലിക്കുന്നത് കയ്യെന്ന് വിടേ. വേഗം 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 വാ. ഈ ഗോഡൌണിനകത്ത് മര്യാദയ്ക്ക് ഒളിച്ചിരുന്നോണോ? സമയമാകുമ്പോ ഞാൻ വന്ന് വിളിച്ചോളാം. ഓക്കെ? ഒറിജിനൽ പ്രിൻസിപ്പൾ ആണെന്നുള്ള അഭിനയൊക്കെ ഒന്ന് നിർത്തിയേക്ക്. താൻ ഡ്യൂപ്ലിക്കേറ്റാ. ഡ്യൂപ്ലിക്കേറ്റിനെ പോലെ അഭിനയിച്ചാ മതി. ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും എന്തൊക്കെയാണ് നീ പറയുന്നത്? ഞാനാണ് ഒറിജിനൽ പ്രിൻസിപ്പൽ. ഫെദർ 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 ഓഫ് ഓൾ വെദർ. ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻസിപ്പലിനെയും ഡ്യൂപ്ലിക്കേറ്റ് കക്കട്ട് സാറിനെയും ഇവിടേക്ക് കൊണ്ടുവരൂ. എന്നിട്ട് രണ്ടുപേരെയും അപ്രത്യക്ഷമാക്ക്. ബണ്ടി, മാജിക്കൽ ഫെദർ നിന്റേതല്ല. അത് മര്യാദയ്ക്ക് തിരിച്ചതാ. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് വീൽ ഓൺ. സ്ലൈഡിംഗ് വീൽ ഓൺ. Wingsuit on. എനിക്ക് അറിയായിരുന്നു നീ വരുമെന്ന്. ഞാൻ ഒട്ടും പേടിച്ചിട്ടില്ല വീർ. രക്ഷിക്കണേ. നീ ആ സൈഡിൽ എവിടെയെങ്കിലും പോയി നിൽക്ക്. ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. വെൽക്കം വീർ, വെൽക്കം. ഇങ്ങോട്ടുള്ള യാത്രയിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് നിന്നെ പിടിക്കുവാൻ സാധിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ നിന്നെ പിടിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പൊട്ടിപ്പൊളിഞ്ഞ കാറ് പോലെ നിന്നെ ഞാൻ ക്രഷ് ചെയ്യാൻ പോവുക. അതിനുശേഷം നീ വെറും ഇരുമ്പ് കഷ്ണങ്ങളായി മാറും. നീ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ എന്നേക്കുമായി നശിപ്പിക്കുവാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ വീർ.
വേർ നിന്റെ ആ ലേസർ ബീമുകൾക്ക് എന്റെ കാറിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പൂപ്പൻ തന്ന ലേസർ കട്ടർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ ഈ കാറിനെ തോൽപ്പിക്കാൻ കഴിയില്ല. വരൂ, നമുക്ക് വീറിന്റെ അടുത്തേക്ക് പോകാം. അകടം പകടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ചു സമയം കിടന്നുറങ്ങാം. നീ റോബോട്ടിനെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാറുകളും എടുത്തു മാറ്റി വീറിനെ അവിടുന്ന് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരൂ. വരൂ സുഹൃത്തെ, നമുക്ക് ആ കാർ എടുത്ത് മാറ്റാം. വേഗം വാ. ഇതെന്താ ഇത്, കാറ് മഴയോ? നീ എന്താണ് ചെയ്യുന്നത്? അവൻ എന്നെ ബോസ് ഇത് എവിടെ പോയി? ബോസ് പറഞ്ഞതുപോലെ ഞാൻ വീറിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. മുട്ടത്തലയാ, ആദ്യം എന്നെ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കണം. സുഹൃത്തെ, ബോസിനെ അവിടുന്ന് വേഗം പുറത്തേക്ക് എടുക്ക്. എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? നീ എന്നെ ഒരുപാട് വട്ടം ചുറ്റിക്കാറുണ്ട് കേട്ടോ. നിന്നെ ഇവിടെ നിന്ന് ഇനി രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. എങ്ങനെ രക്ഷിക്കും? എങ്ങനെയെങ്കിലും ആ മാഡ്മാക്സിന്റെ ശ്രദ്ധ തിരിച്ചിട്ട് വീറിനെ രക്ഷിച്ചേ പറ്റൂ. ഞാനും ചുൾബുള്ളും മാഡ്മാക്സിന്റെ ശ്രദ്ധ തിരിക്കാം. അപ്പം വീറിനെ രക്ഷിക്കും. കൊള്ളാം കൊള്ളാം, ഞാൻ ഇന്നും വളരെ സന്തോഷവാനാണ്. നമുക്ക് ആ പാട്ടിനൊത്ത് നൃത്തം ചെയ്യാം. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പിന്നെ ബോസേ, എനിക്കുണ്ടല്ലോ വീറ് നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് പോലെ ഒരു തോന്നല് വരുന്നു. വീരതാ നിന്ന് നൃത്തം ചെയ്യുന്നതാ. നീ വേഗം ബ്ലാക്ക് സർക്കിൾ ഓൺ ആക്ക്. എന്റെ പൊന്നു മാഡ്മാക്സെ, നന്നായി. റോക്കിയുടെ റോബോട്ട് ഈ കോൺടെസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇനി അടുത്തതായി നമ്മുടെ സ്കൂളിലെ ബണ്ടി അവന്റെ റോബോട്ടിനെ പ്രദർശിപ്പിക്കുന്നതാണ്. ഇനി അടുത്തതായി നമ്മുടെ തന്നെ സ്കൂളിലെ വീറിന്റെ റോബോട്ടിന്റെ ഊഴമാണ്. ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. എല്ലാ ജഡ്ജസും വീറിന്റെ റോബോട്ടിനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിലും നല്ലൊരു റോബോട്ടിനെ ഇനി കാണാൻ കിട്ടില്ല. വീർ, we are proud of you. Thank you, sir. എന്റെ റോബോട്ടാണ് എല്ലാത്തിനേക്കാളും നല്ലത്. ഞാൻ വീറിന്റെ റോബോട്ടിനെ ചാലഞ്ച് ചെയ്യുന്നു. ഒരു ഓപ്പൺ ചാലഞ്ച്. എന്റെ റോബോട്ടിനെ ഒന്ന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്ക്. Stop it. I say stop it. സാർ, ഇപ്പൊ നമുക്ക് മനസ്സിലാവും ആരുടെ റോബോട്ടാണ് ബെസ്റ്റ് എന്ന്. ഐ ചാലഞ്ച് വീർസ് റോബോട്ട് ഫോർ എ ഫൈറ്റ്. പ്രിൻസിപ്പൽ സാർ, അവരെ അനുവദിക്കൂ. വീറും ബൈക്ക് റേസിന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് ബഡ്ഡിക്കും ചലഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. Okay, fight. Let's see who is the best.
മര്യാദയ്ക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും അറിയില്ല. എന്റെ ബോസിനെ മണ്ടനെന്ന് വിളിക്കുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി ഈ റോബോട്ട് എന്റെ കൺട്രോളിലായിരിക്കും. ഇത് കണ്ടിട്ട് മാഡ്മാക്സിന്റെ പണിയാണെന്ന് തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണ് ഇംലി. റോബോബോയ് വന്നേ പറ്റൂ.